ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സൈക്കോളജിയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തി. അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ച് ഇങ്ങനെ ഒരു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തരാണ്. അപ്പൊ നിങ്ങളത് ക്ലാസ്സുകൾ കാണുക. എന്നിട്ട് നമുക്കിതിന്റെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രൂണറിന്റെ തിയറിയാണ്. ബ്രൂണറിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് ബ്രൂണറിന്റെ കോൺസെപ്റ്റ് എന്നുള്ളതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ ബ്രൂണറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്കവറി ലേണിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്കവറി ലേണിംഗ് അല്ലെ, ഡിസ്കവറി ലേണിംഗ്. ഇനി ഡിസ്കവറി ലേണിംഗിന്റെ കുറച്ച് ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞത് കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡിസ്കവറി ലേണിംഗിന്റെ അടിസ്ഥാനമായിട്ട് ബ്രൂണർ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് കോൺസെപ്റ്റുകൾ മീനിങ് കോൺസെപ്റ്റുകൾ ഇന്റേണലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ബ്രൂണർ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതിനെ സംബന്ധിച്ച് ബ്രൂണർ പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് കാറ്റഗറൈസേഷൻ. കാറ്റഗറൈസേഷൻ കോൺസെപ്റ്റ് ലേണിംഗിന്റെ ഒരു അടിസ്ഥാനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വസ്തുക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ ഐഡിയാസിനെ ആണെങ്കിലും ഈവൻസിനെ ആണെങ്കിലും എല്ലാത്തിനെയും ഗ്രൂപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകളും അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകളും അതിന്റെ കമ്പാരിസൺസ് ഒക്കെ അനുസരിച്ച് അതിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ കാറ്റഗറൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാറ്റഗറൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. വസ്തുക്കളെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. അതിനെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ പരസ്പരം ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടും എക്സാമ്പിൾസിനെയും നോൺ എക്സാമ്പിൾസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് വസ്തുക്കളെ ആണെങ്കിലും ഐഡിയാസിനെ ആണെങ്കിലും ഈവൻസിനെ ആണെങ്കിലും കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതാണ് ഒന്നാമത്തെ ഒരു കീ ആസ്പെക്ട്. കോൺസെപ്റ്റ് ലേണിംഗിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ് കാറ്റഗറൈസേഷൻ. ഈ രണ്ടാമത് പറഞ്ഞതാണ് കോഡിംഗ് സിസ്റ്റം. കോഡിംഗ് സിസ്റ്റം എന്താണ്? കോഡിംഗ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കാറ്റഗറീസിനെയും നമ്മൾ ഒരു ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റിൽ നമ്മൾ നമ്മുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് കോഡിംഗ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ബ്രൂണർ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പക്ഷെ ഒരു ലിവിങ് തിങ്സിന്റെ കീഴിലായിരിക്കും. ലിവിങ് ഓർഗാനിസംസ്, അതിൽ ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും, എന്ത് വസ്തുക്കളാണെങ്കിലും, ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നതാണെങ്കിലും അതിനെ നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ അതിന്റെ ഒരു ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റിൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ നമ്മൾ അതിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് കോഡിംഗ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ബ്രൂണർ വിശേഷിപ്പിച്ചത്. കോഡിംഗ് സിസ്റ്റം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മൈൻഡിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, ഇതിനെയാണ് കോഡിംഗ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. കോഡിംഗ് സിസ്റ്റം. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട തലമാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്രിബ്യൂട്ട്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് ആൻഡ് നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ്. എന്താണ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത്? അതായത് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ the essential features that make an object or idea part of a category. എന്ന് പറഞ്ഞാൽ ഒരു 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 വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ, ഇതിനെ ഒരു 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 ഗ്രൂപ്പിന്റെ ഭാഗമാക്കുന്നത് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഫീച്ചറിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ ആട്രിബ്യൂട്ട്സ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ട്രയാങ്കിൾ, ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കിളിനെ നമ്മൾ എടുത്തു. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ആട്രിബ്യൂട്ട്സ്, ട്രയാങ്കിളിന്റെ ഫീച്ചേഴ്സ്, ട്രയാങ്കിളിന് പല പ്രത്യേകതകളുണ്ട് അല്ലെ. ഒരു ട്രയാങ്കിൾ എടുത്തു, ഞാനൊരു യെല്ലോ കളർ ട്രയാങ്കിൾ നിങ്ങളെ കാണിക്കുകയാണെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. അപ്പൊ ഈ ട്രയാങ്കിളിന് പല പ്രത്യേകതകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അതിന്റെ നീളം,
അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്, ഓരോ സൈഡിന്റെയും പല ലെങ്ത്തുകൾ ഉണ്ടാവും. അതിന്റെ ഒരു കളർ ഉണ്ട്. അത് യെല്ലോ ആണ് കളർ. ഇനി അതല്ല അതിന്റെ ആംഗിൾസ് ഉണ്ട്. ആംഗിൾസും ഓരോ ആംഗിളിനും പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ ഈ 3 ആംഗിളും കൂട്ടി കഴിയുമ്പോൾ ഒരു നമുക്ക് 180 കിട്ടണം. അതുമല്ലെങ്കില് ട്രയാങ്കിളിന്റെ ഒരു ഷേപ്പ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ കാണിച്ചുകൊണ്ട് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. പക്ഷേ ഈ ഒരു ഫീച്ചേഴ്സ് അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സും നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സും. ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് ആൻ ഒബ്ജക്റ്റ് ഓർ ഐഡിയ പാർട്ട് ഓഫ് എ കാറ്റഗറി. അപ്പൊ ട്രയാങ്കിൾ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് ഈ ഒരു ട്രയാങ്കിളിനെ നമുക്ക് വെക്കാനായിട്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന എസെൻഷ്യൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ഇനി നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാലും അതിന്റെ തന്നെ ഫീച്ചർ ആണ്. പക്ഷെ ആ ഒരു ഫീച്ചർ ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഇതിനെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഇതിൽ വരിക ഇതിന്റെ സൈഡ്സ്, എത്ര സൈഡ് ഉണ്ട് എന്നുള്ളത് ഒരു ട്രയാങ്കിളിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് അല്ലെ? അതായത് 3 സൈഡ്സ് ആണ് ഒരു ട്രയാങ്കിളിനുള്ളത്. അതിന്റെ ആംഗിൾസിന്റെ ടോട്ടൽ അതൊരു ട്രയാങ്കിളിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ ഇതെല്ലാം ട്രയാങ്കിളിന്റെ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് ആ ആട്രിബ്യൂട്ട്സ് ഇല്ലാതെ ഇത് ഒരു ട്രയാങ്കിൾ ആയി മാറില്ല. എന്നാൽ നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കളർ. യെല്ലോ ആണ് ട്രയാങ്കിളിന്റെ കളർ. ആ ട്രയാങ്കിളിന് യെല്ലോ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഏതാണെങ്കിലും അത് അതിന്റെ ട്രയാങ്കിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മാറ്റുന്നില്ല അല്ലെ? സോ അതൊരു നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട് ആണ്. അതായത് ആ ആട്രിബ്യൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും ട്രയാങ്കിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് അതിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഇനി അതും അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വേരി ചെയ്യാം അല്ലെ? അത് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. ട്രയാങ്കിളിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് വേരി ചെയ്യാം. അതും ഒരു നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട് ആണ്. എന്തുകൊണ്ടാണ്? ആ ഒരു ഫീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും വേരി ചെയ്താലും ട്രയാങ്കിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് അവിടെ വ്യത്യാസം വരുന്നില്ല. സോ ആട്രിബ്യൂട്ട്സ് തന്നെ രണ്ട് തരത്തിലാണ്. ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സും നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സും. ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആണ്. ഈ ഫീച്ചേഴ്സ് ഇല്ലാതെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സ് 3 തന്നെ ആയിരിക്കണം ട്രയാങ്കിളിന്. അത് 4 വന്നു കഴിഞ്ഞാലോ? 4 വന്നു കഴിഞ്ഞാൽ അത് ട്രയാങ്കിൾ അല്ല. അത് ഷേപ്പ് ചേഞ്ച് ചെയ്തു. സോ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് ആണ്. നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കളർ ആകാം, അല്ലെങ്കിൽ അതിന്റെ വലിപ്പം ആകാം. അങ്ങനെ പലതും നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഇതാണ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. കാറ്റഗറൈസേഷൻ, കോഡിംഗ് സിസ്റ്റം, ആട്രിബ്യൂട്ട്സ്. അപ്പൊ ഇതെല്ലാം നമുക്ക് കോൺസെപ്റ്റ് ലേണിംഗിന് വേണ്ടുന്ന ചില കീ ആസ്പെക്റ്റുകളായിട്ടാണ് ബ്രൂണർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് വരികയാണ്. അതാണ് തിങ്കിങ് സ്ട്രാറ്റജീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കോൺസെപ്റ്റ് ലേണിങ്ങിന് എങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് കുട്ടി പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്? അതിന്റെ 2 രീതിയിലുള്ള തിങ്കിങ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ് ബ്രൂണർ എക്സ്പ്ലെയിൻ ചെയ്തത്. 2 രീതിയിൽ നമുക്കൊരു കോൺസെപ്റ്റ് ലേണിങ്ങിനെ കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെയാണ് സെലക്ഷൻ സ്ട്രാറ്റജി. സെലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ learners classify concepts independently by forming and testing their own judgments. അതായത് പഠിതാക്കള് ലേണേഴ്സ് ഒരു കോൺസെപ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അവരുടെ തന്നെ ഒരു ജഡ്ജ്മെന്റിനെ ഫോം ചെയ്തിട്ടും അതിനെ ടെസ്റ്റ് ചെയ്തിട്ടും കൂടിയാണ്. അതായത് അവർ തന്നെ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ അതിനെ പറ്റിയിട്ട് പല ഹൈപ്പോത്തസിസുകൾ ഫോം ചെയ്യുകയും അതിനെ ടെസ്റ്റ് ചെയ്യുകയും അത് ശരിയാണോ, ഞാനിപ്പോ എനിക്കൊരു ഊഹമുണ്ട്, ഓക്കെ, ഈ ഊഹം ശരിയാണോ, അപ്പൊ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. സോ ലേണേഴ്സ് തന്നെ കോൺസെപ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ്? ബൈ ഫോമിങ് ആൻഡ് ടെസ്റ്റിംഗ് ദെയർ ഓൺ ജഡ്ജ്മെന്റ്സ്. അവരുടെ സ്വന്തമായിട്ടുള്ള ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസുകൾ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ഐഡിയ, എന്താണ് ഒരു ഐഡിയ വരുന്നത്, ആ ഐഡിയ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലേണേഴ്സ് തന്നെ അതിനെ പറ്റിയിട്ട്
ടെസ്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് സെലക്ഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. ഇനി രണ്ടാമതുള്ളതാണ് റിസപ്ഷൻ സ്ട്രാറ്റജി. റിസപ്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലേണേഴ്സിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഇൻസ്റ്റൻസസ് പ്രൊവൈഡ് ചെയ്യും. by an expert. Learners are given positive and negative instances by an expert and internalize concepts by analyzing attributes. അപ്പോൾ ഒരു എക്സ്പേർട്ടിന്റെ സാന്നിധ്യം അവിടെയുണ്ട് റിസപ്ഷൻ സ്ട്രാറ്റജിയിൽ. അപ്പോൾ ഈ എക്സ്പേർട്ട് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറേ ഇൻസ്റ്റൻസുകൾ, കുറേ സാഹചര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും, അവരുടെ മുന്നിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്നുമാണ് കുട്ടികൾ ഒരു കോൺസെപ്റ്റ് ഇന്റേണലൈസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ പറഞ്ഞു, ഒന്ന് സെലക്ഷൻ, രണ്ട് റിസപ്ഷൻ. സെലക്ഷനിൽ കുട്ടികൾ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ തന്നെ ഒരു ജഡ്ജ്മെന്റ്, അവരുടെ തന്നെ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നു, അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും ഒരു കോൺസെപ്റ്റിനെ അവർ ഫോം ചെയ്തെടുക്കുന്നു. റിസപ്ഷനിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഉണ്ടാവും. അദ്ദേഹം ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് കുട്ടികളുടെ മുന്നിലേക്ക് വെക്കുന്നു. അവര് ഇതിനെ ഇന്റേണലൈസ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻസ്റ്റൻസസിൽ നിന്നുമാണ് ഒരു കോൺസെപ്റ്റിനെ അവർ മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഇന്റേണലൈസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. ഈ ഒരു പ്രോസസ്സിങ്ങിൽ, അതായത് കോൺസെപ്റ്റ് ലേണിംഗിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ്. ഒന്ന് സ്കാനിങ്, രണ്ട് ഫോക്കസിങ്. ഒന്ന് സ്കാനിങ്, രണ്ട് ഫോക്കസിങ്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് സ്കാനിങ്ങും ഫോക്കസിങ്ങും. എന്തിനു വേണ്ടിയിട്ട്? കോൺസെപ്റ്റ് ലേണിംഗിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് സ്കാനിങ്ങും ഫോക്കസിങ്ങും. സ്കാനിങ്ങില് എന്ത് സംഭവിക്കുന്നു? സ്കാനിങ്ങില് ലേണേഴ്സ് ഫോം കോൺസെപ്റ്റ് ഹൈപ്പോത്തസിസ് ബൈ ഒബ്സർവിംഗ് ഐറ്റംസ് ആൻഡ് ടെസ്റ്റിംഗ് ദീസ് ഹൈപ്പോത്തസിസ് ത്രൂ ക്ലോസർ എക്സാമിനേഷൻ. അതായത് ലേണേഴ്സ് ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത് അവർ ആദ്യം ഒരു ഹൈപ്പോത്തസിസ് ആണ് ഫോം ചെയ്യുക. ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ ഒബ്സർവ് ചെയ്യുന്നു, അവരൊരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നു, എന്നിട്ട് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്നും അവര് കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കാനിങ് എന്നുള്ളത് ഒരു സെലക്ഷൻ പ്രോസസ്സിങ്ങിലെ ഒരു ഘടകമായിട്ട് വരും. സെലക്ഷൻ പ്രോസസ്സിങ്ങിലെ ഒരു രീതിയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഇനി ഫോക്കസിംഗ് എന്ന് പറയുന്നതോ, ലേണേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ കീ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഡിഫൈൻ എ കോൺസെപ്റ്റ്, റിഫൈനിങ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ ഫോക്കസിംഗ് എന്ന് പറയുന്നത് ഇവിടെ ലേണേഴ്സ് ഒരു കോൺസെപ്റ്റിന്റെ കീ ആട്രിബ്യൂട്ട്സ് എന്താണ് എന്നുള്ളത് അതിനെ ശ്രദ്ധിച്ച് അതിനെ മനസ്സിലാക്കി അതിൽ നിന്നുമാണ് ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. ഫോക്കസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതൊരു റിസപ്ഷൻ സ്ട്രാറ്റജി ആയിട്ട് പറയാം. അതായത് ഒരു എക്സ്റ്റേണലിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് അവർ ഇതിൽ ഏതൊക്കെയാണ് ഇതിന്റെ കീ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവര് ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നു. ഇതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സ്കാനിങ് ഈസ് റിലേറ്റഡ് ടു സെലക്ഷൻ സ്ട്രാറ്റജി ആൻഡ് ഫോക്കസിംഗ് ഈസ് ലിങ്ക്ഡ് ടു റിസപ്ഷൻ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടും, സ്കാനിങ് എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് നടക്കുന്നതാണ്. അതായത് കുട്ടികൾ സ്വന്തമായിട്ട് അവർ തന്നെ ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഫോക്കസിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ടിന്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് അതിന്റെ കീ ആട്രിബ്യൂട്ട്സ്, എന്തൊക്കെയാണ് അതിന്റെ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ്, എന്തൊക്കെയാണ് അതിന്റെ നോൺ ഡിഫൈനിങ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത് പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കുട്ടി ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നു. അതാണ് ഫോക്കസിങ്. ഫോക്കസിങ്ങിൽ അപ്പോൾ ഒരു എക്സ്റ്റേണലിന്റെ പറയുന്നത് അവർ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. സ്കാനിങ്ങിൽ അവർ സ്വന്തമായിട്ട് അതിന്റെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ട് സ്ട്രാറ്റജീസ് ആണ്. യെസ്. ഇനിയും ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം നമുക്ക്. സ്കാനിങ്ങിനെ തന്നെ വീണ്ടും സൈമിൾട്ടേനിയസ് സ്കാനിങ്, സക്സസീവ് സ്കാനിങ് എന്ന് പറയാം. ഫോക്കസിങ്ങിനെ ഫോക്കസ് ഗാംബ്ലിംഗ് ആൻഡ് കൺസർവേറ്റീവ് ഫോക്കസിങ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ടും പറയാം. ഇനി എന്താണ് ഈ ഒരു രണ്ട് രീതികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് സ്കാനിങ്. സ്കാനിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലുള്ള സ്കാനിങ് ഉണ്ട്. ഒന്ന് സൈമിൾട്ടേനിയസ് സ്കാനിങ്. എന്താണ് സൈമിൾട്ടേനിയസ് സ്കാനിങ്? അതായത് all hypotheses are tested against each group member simultaneously. അതായത് സൈമിൾട്ടേനിയസ്, ഒരേ സമയമാണ് ഇത് നടക്കുന്നത്. ഒരേ സമയം എല്ലാ ഹൈപ്പോത്തസിസും ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഓരോ ഗ്രൂപ്പ് മെമ്പറെ എടുത്തുകൊണ്ട്
എല്ലാ ഹൈപ്പോത്തിസിസും ഒരേ സമയം ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈമിൾട്ടേനിയസ് സ്കാനിങ് എന്ന് പറയുക. ഉം, ഇത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഇപ്പൊ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഷേപ്പുകളെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ക്ലാസിഫൈ ദം ആസ് എ സിംഗിൾ ഗ്രൂപ്പ്. ഇതിനെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കണം. എങ്ങനെയാണ് ഇതിനെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കുക? അല്ലെങ്കിൽ ഇത്രയും ഒരു ഒറ്റ കാറ്റഗറി ആയിട്ട് പറയണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഈ ഒരു കാറ്റഗറിക്ക് പറയുന്ന പേര്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാറ്റഗറിനെ നമ്മൾ വിശേഷിപ്പിക്കുക? ഇതിലൊരു സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല ഷേപ്പുകളുണ്ട്. അപ്പോ ഈ ഈ ഷേപ്പുകളെ എല്ലാം കൂടെ നമുക്ക് ഒറ്റ സിസ്റ്റം ആക്കി അല്ലെങ്കിൽ ഒറ്റ കാറ്റഗറി ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറച്ച് ഹൈപ്പോത്തസിസ് ഫോം ചെയ്യും, അല്ലെ? ഹൈപ്പോത്തസിസ് ഫോം ചെയ്യും. ഒന്ന്, ദീസ് ആർ ത്രീ സൈഡഡ് ഫിഗേഴ്സ്. ഈ ഹൈപ്പോത്തസിസ് ഫോം ചെയ്യണത് സ്കാനിങ്ങിൽ, അതായത് ഒരു ലേണർ സ്വന്തമായിട്ട് ചെയ്യുന്നത് ത്രീ സൈഡഡ് ഫിഗേഴ്സ് ആണ്. അപ്പൊ അല്ല. അപ്പൊ ആദ്യം നമ്മൾക്ക് തോന്നുകയാണ്, ഓക്കെ, രണ്ട് ട്രയാങ്കിൾ ഉള്ളതുകൊണ്ട് ത്രീ സൈഡഡ്. അതല്ല. ദെൻ ദീസ് ആർ ഈക്വൽ സൈഡഡ് ഫിഗേഴ്സ് ആണോ? ദീസ് ആർ ഈക്വൽ ആംഗിൾഡ് ഫിഗേഴ്സ് ആണോ? അല്ലെങ്കിൽ ദീസ് ആർ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണോ? അപ്പൊ ഇത് ആദ്യം നമ്മൾ ഫോം ചെയ്യുന്ന ചില ഹൈപ്പോത്തസിസുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. 4 ഹൈപ്പോത്തസിസ്. അതായത് നമുക്ക് തോന്നുകയാണ് ഇതാണോ അതാണോ എന്നുള്ളത് നമ്മൾ ഹൈപ്പോത്തസിസ് ഫോം ചെയ്തു. അപ്പൊ നമ്മുടെ മൈൻഡിൽ കുറച്ച് ഹൈപ്പോത്തസിസുകൾ ഉണ്ട്, അല്ലെ? ഇനി ഇനി നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കുകയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും ആം, അത് ശരിയാണോ തെറ്റാണോ? അപ്പൊ ഇവിടെ നമ്മൾ ഇതിനൊരു സിംഗിൾ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, സക്സസീവ് സ്കാനിങ്ങിൽ എന്ത് ചെയ്യും? സക്സസീവ് സ്കാനിങ് ആണെങ്കിൽ വൺ ഹൈപ്പോത്തസിസ് ഈസ് ടെസ്റ്റഡ് അറ്റ് എ ടൈം എഗെയിൻസ്റ്റ് ഓൾ ഐറ്റംസ്. അതായത് ഒരു ഹൈപ്പോത്തസിസിന് നമ്മൾ എല്ലാ ഐറ്റംസിലും ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അതായത് ഒരു പുതിയ ഹൈപ്പോത്തസിസ് ടേക്കൺ ഓൺലി ആഫ്റ്റർ ടെസ്റ്റിംഗ് ദ പ്രീവിയസ് വൺ. ഫോർ എക്സാമ്പിൾ, അതായത് ഒന്നാമത്തെ ഹൈപ്പോത്തസിസ്, ദീസ് ആർ ത്രീ സൈഡഡ് ഫിഗേഴ്സ്. ഈ ഹൈപ്പോത്തസിസ് എടുത്ത് നമ്മൾ എല്ലാത്തിലും ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഒന്നാമത്തെ ഫിഗർ ത്രീ സൈഡഡ്, അതല്ല, അപ്പൊ അത് ശരിയല്ല. രണ്ടാമത്തെ ത്രീ സൈഡഡ് ആണ്. ഇതിൽ ത്രീ സൈഡഡ് അല്ല, ഇതിൽ ത്രീ സൈഡഡ് ആണ്, ഇതിൽ ത്രീ സൈഡഡ് അല്ല. അപ്പൊ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് അപ്പൊ എല്ലാം ത്രീ സൈഡഡ് അല്ലാത്തതുകൊണ്ട് അത് ത്രീ സൈഡഡ് ആയിട്ട് നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തി. അതിനുശേഷമാണ് രണ്ടാമത്തെ അടുത്തൊരു ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ വന്നത്. ദീസ് ആർ ഈക്വൽ സൈഡഡ് ഫിഗേഴ്സ്. ഈക്വൽ സൈഡഡ് ആണ്, ഇതിൽ ഈക്വൽ സൈഡഡ് ആണ്, ഇതിൽ നമുക്ക് ഈക്വൽ സൈഡഡ് അല്ല, ഇതിൽ വേണമെങ്കിൽ ഈക്വൽ സൈഡഡ് ആണെന്ന് പറയാം, ഇതിൽ ഈക്വൽ സൈഡഡ് അല്ല, ഇതിൽ ഈക്വൽ സൈഡഡ് അല്ല. അപ്പൊ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഹൈപ്പോത്തസിസിനെ ക്യാൻസൽ ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് അടുത്ത ഹൈപ്പോത്തസിസിലേക്ക് വന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സക്സസീവ് സ്കാനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ്, ഒരു ഹൈപ്പോത്തസിസ് വെച്ച് എല്ലാ ഐറ്റത്തിനെയും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പുതിയ ഹൈപ്പോത്തസിസിലേക്ക് വരുന്നത്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞു സൈമിൾട്ടേനിയസ് സ്കാനിങ്. സൈമിൾട്ടേനിയസ് സ്കാനിങ് എന്താണ്? സൈമിൾട്ടേനിയസ് സ്കാനിങ് സ്കാനിങ് എന്ന് പറയുന്നത് എല്ലാ ഹൈപ്പോത്തസിസും ഒരു ഒറ്റ ഗ്രൂപ്പ് മെമ്പറിൽ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. എല്ലാ ഹൈപ്പോത്തസിസും ഒറ്റ ആദ്യത്തെ ഗ്രൂപ്പ് മെമ്പറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സൈമിൾട്ടേനിയസ് സ്കാനിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ എല്ലാ ഹൈപ്പോത്തസിസും നമ്മൾ ആദ്യത്തേൽ നോക്കും. ദീസ് ആർ ത്രീ സൈഡഡ് ഫിഗേഴ്സ്. ത്രീ സൈഡഡ് ഫിഗർ ആണോ, ഈക്വൽ സൈഡഡ് ഫിഗർ ആണോ, ഈക്വൽ ആംഗിൾഡ് ഫിഗർ ആണോ, ക്ലോസ്ഡ് ഫിഗർ ആണോ എന്നുള്ള എല്ലാ ഹൈപ്പോത്തസിസും സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഇതിലെല്ലാത്തിലും വെച്ച് നോക്കും. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഏതാണ്? സൈമിൾട്ടേനിയസ് സ്കാനിങ് ആയിരിക്കും, അല്ലെ? ഈ ഹൈപ്പോത്തസിസ് നോക്കുന്നു, എല്ലാ ഐറ്റത്തിലേക്കും നോക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ ത്രീ സൈഡഡ് ഫിഗേഴ്സ് ആണോ? അല്ല. ഈക്വൽ സൈഡഡ് ഫിഗേഴ്സ് ആണോ? അല്ല. ഈക്വൽ ആംഗിൾഡ് ആണോ? അല്ല. ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണോ? ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ് എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തി. എങ്ങനെയാണ് എത്തിയത്? ആ അതായത് എല്ലാ ഹൈപ്പോത്തസിസിനെയും നമ്മൾ ഒരേ സൈമിൾട്ടേനിയസ് ആയിട്ട് എല്ലാ ഐറ്റത്തിലും നമ്മൾ ചെക്ക് ചെയ്തു. അതിന്റെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നോക്കിയത്. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ച രീതിയും എന്താണ്? സൈമിൾട്ടേനിയസ് സ്കാനിങ് ആയിരിക്കും, അല്ലെ?
ചില കാര്യങ്ങളിൽ നമുക്ക് സൈമിൾട്ടേനിയസ് സ്കാനിങ് ആവശ്യമായിട്ട് വരാം. ചിലപ്പോൾ നമുക്ക് സക്സസീവ് സ്കാനിങ് വരാം. അതായത് ഒരു ഹൈപ്പോത്തസിസ് എടുത്തു, അതിൽ ഓരോന്നിലും നമ്മൾ നോക്കി, അത് കഴിഞ്ഞിട്ട് അടുത്ത ഹൈപ്പോത്തസിസ് എടുത്തു, അത് നോക്കി, അതല്ല. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ എല്ലാ ഹൈപ്പോത്തസിസും എടുക്കുന്നു, എല്ലാ ഫിഗേഴ്സിലും ഒരുമിച്ച് നോക്കുന്നു. ഇതിനെയാണ് നമ്മൾ സൈമിൾട്ടേനിയസ് സ്കാനിങ് എന്ന് പറയുന്നത്. ഒരേ സമയം നമ്മൾ എല്ലാ ഹൈപ്പോത്തസിസിനെയും എല്ലാ കാറ്റഗറിയിലും വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും. ഇതാണ് സൈമിൾട്ടേനിയസ്ലി രണ്ടും നടക്കുന്ന പ്രോസസ്സാണ് സൈമിൾട്ടേനിയസ് സ്കാനിങ് എന്ന് പറയുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതിനെയാണ് നമ്മൾ സക്സസീവ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ സക്സസീവ് സ്കാനിങ്ങും സൈമിൾട്ടേനിയസ് സ്കാനിങ്ങും ആണ് രണ്ട് ടൈപ്പ് ഓഫ് സ്കാനിങ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് ഫോക്കസിങ്. ഫോക്കസിങ് ആണ് അടുത്തൊരു പ്രത്യേകത. ഫോക്കസിങ് ആണ് അടുത്തൊരു റിസപ്ഷൻ സ്ട്രാറ്റജിയാണ് ഫോക്കസിങ്, അല്ലെ? റിസപ്ഷൻ സ്ട്രാറ്റജിയാണ്. അതായത് ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ട് ഉണ്ടാവും. എക്സ്പേർട്ട് പറയും അതിൽ കീ ആട്രിബ്യൂട്ട്സ്, നോൺ ആട്രിബ്യൂട്ട്സ് എക്സ്പേർട്ട് പറയുന്നതനുസരിച്ച് നമ്മൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ് ഫോക്കസിങ്. അപ്പൊ ഫോക്കസിങ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കൺസർവേറ്റീവ് ഫോക്കസിങ്. എന്താണ് കൺസർവേറ്റീവ് ഫോക്കസിങ്? One attribute is tested at a time before moving to the next. Ensures systematic and precise concept identification. അതായത് കൺസർവേറ്റീവ് ഫോക്കസിംഗിൽ ഒരു ആട്രിബ്യൂട്ട് ആണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക. ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫീച്ചർ, ഒരു കോൺസെപ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ, ആ ഒരു ഫീച്ചർ ആയിരിക്കും ആദ്യം തന്നെ ആ ഒരു കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കുക. അതിനുശേഷമാണ് അടുത്തൊരു ആട്രിബ്യൂട്ട് കൊണ്ടുവരികയുള്ളൂ. അതായത് ഇപ്പോൾ ഒരു കോൺസെപ്റ്റിന്റെ, ഫോർ എക്സാമ്പിൾ ട്രയാങ്കിൾ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് എന്താ? അതിന്റെ സൈഡ്സ് അല്ലെങ്കിൽ അതിന്റെ ആംഗിൾസിന്റെ ടോട്ടൽ സം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും ആദ്യം തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം എക്സാമ്പിൾസും നോൺ എക്സാമ്പിൾസും ഒക്കെ പ്രസന്റ് ചെയ്തിട്ട് ഒരു ആട്രിബ്യൂട്ട് ആണ് ഒരു സമയം ടെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം മാത്രമേ അടുത്തൊരു ആട്രിബ്യൂട്ടിലേക്ക് പോവുകയുള്ളൂ. ഇതിനെയാണ് കൺസർവേറ്റീവ് ഫോക്കസിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടും കോൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് ബ്രൂണർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസർവേറ്റീവ് ഫോക്കസിംഗ് ഒരു സമയം ഒരു ആട്രിബ്യൂട്ടിനെ ഫോക്കസ് ചെയ്യുന്നു. ആ ഒരു ഐഡിയ കുട്ടിക്ക് കിട്ടിയതിന് ശേഷം മാത്രം അടുത്തൊരു ആട്രിബ്യൂട്ടിനെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോ ഇവിടെ കുട്ടി ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി മെയിൻ ആയിട്ട് ആ കുട്ടി കൊടുക്കുന്ന ഫോക്കസ് ഒരു ആട്രിബ്യൂട്ടിനാണ്. ഒരു സമയം ഒരു ആട്രിബ്യൂട്ടിനാണ്. അപ്പൊ അവിടെ എക്സ്പേർട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെയാണ് കുട്ടി ഒരു സമയം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇതിനെയാണ് കൺസർവേറ്റീവ് ഫോക്കസിംഗ് എന്ന് പറയും. ഇനി ഫോക്കസ് ഗാംബ്ലിംഗ്, അടുത്തതാണ് ഫോക്കസ് ഗാംബ്ലിംഗ്. ഫോക്കസ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഓൾ ഐഡന്റിഫൈഡ് ആട്രിബ്യൂട്ട്സ് ആർ ടെസ്റ്റഡ് സൈമിൾട്ടേനിയസ്ലി അക്രോസ് ഓൾ ഇൻസ്റ്റൻസസ്. ഇവിടെ എല്ലാ ആട്രിബ്യൂട്ട്സും ഒരേ സമയം സൈമിൾട്ടേനിയസ്ലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു എക്സ്പേർട്ട് ഒരു ആട്രിബ്യൂട്ട് പറയുന്നു, അപ്പൊ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അടുത്ത ആട്രിബ്യൂട്ട് പറയുന്നു, അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. അപ്പൊ എല്ലാം ഒരു സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു റിസ്കിയർ അപ്രോച്ച് ആണെന്ന് പറയും. കാരണം ഇനീഷ്യലി നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇനീഷ്യലി മനസ്സിലാക്കിയ ഒരു ആട്രിബ്യൂട്ട്സ് ഇൻകറക്റ്റ് ആണ് എന്ന് മനസ്സിലായാൽ നമുക്ക് അവിടെ ഒരു തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. സോ ഫോക്കസ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് എല്ലാ ആട്രിബ്യൂട്ട്സിനെയും നമ്മൾ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഒരേ സമയം ടെസ്റ്റ് ചെയ്യുന്ന, സൈമിൾട്ടേനിയസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് ഗാംബ്ലിംഗ് എന്ന് പറയാം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കൺസർവേറ്റീവ് ഫോക്കസിങ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു എക്സ്പെരിമെന്റ് ബ്രൂണർ ചെയ്തത് കുട്ടികൾക്ക് കുറച്ച് കാർഡുകൾ കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള കാർഡ് ആണ് എക്സ്പെർട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആട്രിബ്യൂട്ട്സ് കുട്ടികൾക്ക് കൊടുത്തത്. ആ ഒരു പെർട്ടിക്കുലർ കാർഡ് ഏതാണ് എന്നുള്ളത് കുട്ടികൾക്ക് ആ ഒരു ഐഡിയ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗ്രൂപ്പുകളായിട്ട് കുട്ടികളെ തിരിച്ച് ഇരുത്തിക്കൊണ്ട് അവർക്ക് അവരോട് പറയും, ഇതിലുള്ള ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കളറാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു നമ്പറാണ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇത് ഇതിൽ ഉൾപ്പെടുന്നതാണ്, ഇത് ഇതിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ളതാണ് പറയുക. അതായത് ഒരു കാർഡ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും,
ഈ കാർഡിലെ കളറ് നമ്മുടെ ഇതിലുള്ള ഈ ഒരു കോൺസെപ്റ്റിലുള്ള കളറാണ് എന്ന് പറയും. അപ്പൊ ഒരു റെഡ് കാണിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് കാണിക്കാം. അപ്പൊ റെഡ് കളർ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഓക്കെ റെഡ് കളർ ഉള്ളതാണെന്ന് മനസ്സിലാക്കി. ഇനി പല ഷേപ്പുകളും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് ഉള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ഉള്ളതല്ല എന്ന് പറയും. അപ്പൊ ഈ നമ്പർ ഉള്ളതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ആ ഒരു നമ്പറിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഈ ഒരു ഷേപ്പ് ഉള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഷേപ്പിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ഉം, ഒരുപാട് പ്രോസസ്സ് അതിൽ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ കൺസർവേറ്റീവ് ഫോക്കസിംഗിൽ വരുന്നത് ഒരു ആട്രിബ്യൂട്ട് ആണ് ഒരു സമയം ടെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കളർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കുട്ടികൾ എടുക്കണമെങ്കിൽ അപ്പൊ ഈ ഒരു കളർ ഇതിലുള്ളതാണ് ഈ ഒരു കളർ ഇതിലുള്ളതല്ല എന്ന് പറഞ്ഞ് പല രീതിയിലും എക്സ്പേർട്ട് പറയുമ്പോൾ കുട്ടി ആദ്യം കളർ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ പല എക്സാമ്പിൾസ് പറയുന്നതിൽ നിന്ന് കുട്ടിക്ക് ഫൈനലി മനസ്സിലാവാണ് ഓക്കെ ഇത് റെഡ് കളറാണ് ബ്ലാക്ക് കളർ അല്ല റെഡ് ആണ് എന്നുള്ളത്. കാരണം ഒരു ആട്രിബ്യൂട്ടേ അവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോ അത് ഐഡന്റിഫൈ ചെയ്തു. ഇനി അപ്പൊ അതാണ് കൺസർവേറ്റീവ് ഫോക്കസിങ്. എന്നാൽ ഫോക്കസ് ഗ്യാംബ്ലിംഗിൽ സംഭവിക്കുക ഒരേ സമയം കുട്ടി എല്ലാ ആട്രിബ്യൂട്ടും എടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള റെഡ് കളറ് 7 എന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡാണ് കോൺസെപ്റ്റ് കാർഡായിട്ട് ഈ ഒരു എക്സ്പെർട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോക്കസ് ഗ്യാംബ്ലിംഗിൽ കുട്ടി എല്ലാ ആട്രിബ്യൂട്ട്സിനെയും അതായത് 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട് അതിനെല്ലാം കുട്ടി ഒരേ സമയം മനസ്സിലാക്കിയെടുക്കും. കുട്ടി ഒരേ സമയം ടെസ്റ്റ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ അതിന്റെ ഷേപ്പ് അതിന്റെ കളറ് എല്ലാം കുട്ടി ഒരേ സമയം അതിന്റെ നമ്പർ അത് ഓരോ ആട്രിബ്യൂട്ട് പറയുമ്പോഴും ഇതാണോ ഇതാണോ എന്നുള്ളത് ഒരേ സമയം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഫോക്കസ് ഗ്യാംബ്ലിംഗ്. അപ്പൊ അതിൽ തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? കാരണം അതൊരു പക്ഷെ കളർ തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തെറ്റിപ്പോകും. അല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പ് കുട്ടിക്ക് കൃത്യമായിട്ട് പിടികിട്ടിയില്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെയുള്ളൊരു ഇഷ്യൂ അതിലുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫോക്കസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ കൺസർവേറ്റീവ് ഫോക്കസിങ് ഉണ്ട്, ഫോക്കസ് ഗ്യാംബ്ലിംഗ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരു എന്താണ് ലേണിംഗ് പ്രോസസ്സിലെ 2 സ്ട്രാറ്റജീസ് ആണ്, സ്കാനിങ്ങും ഫോക്കസിങ്. ഫോക്കസിങ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണലിന്റെ എക്സ്പെർട്ടിന്റെ സഹായത്തിൽ, സ്കാനിങ് എന്ന് പറയുമ്പോൾ കുട്ടി തന്നെ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് കാണുന്നത്.